ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി 4 മണി ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ ബ്രെഡും ബീട്രൂട്ടും വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 4 സ്ലൈസ് ബ്രെഡും ഇതുപോലൊരു ചെറിയ ബീട്രൂട്ടും എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ബീട്രൂട്ട് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. ഞാനിവിടെ 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ പാകത്തിനുള്ള ഉപ്പും ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നുള്ള് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ബ്രെഡ് ഇതുപോലെ കൈകൊണ്ട് തന്നെ ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അപ്പോൾ ബ്രെഡ് ഒന്നെങ്കിൽ ഇങ്ങനെ കൈകൊണ്ട് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ കുറച്ച് സാധാരണ വെള്ളത്തിലിട്ട് ഒന്ന് പിഴിഞ്ഞെടുത്തതിന് ശേഷം ചേർത്ത് കൊടുത്താലും മതി. പിന്നെ നമുക്കിതിലേക്ക് ആദ്യം തന്നെ വെള്ളം ചേർത്ത് കൊടുക്കരുത് കേട്ടോ. ഈ ബീട്രൂട്ടിൽ തന്നെ അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് പിന്നെ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. 1 ടീസ്പൂണോ 2 ടീസ്പൂണൊക്കെ വെള്ളം മതിയാവും. കാരണം ബീട്രൂട്ട് അത്യാവശ്യം നല്ല വെള്ളമുള്ള സാധനം ആയതുകൊണ്ട് നമുക്കങ്ങനെ കൂടുതലായിട്ട് വെള്ളത്തിൻ്റെ ആവശ്യം വരില്ല. ഇതുപോലെ നന്നായിട്ട് കുഴച്ച് നോക്കിയിട്ട് നമുക്ക് ഷേപ്പാക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം കേട്ടോ. അല്ലെങ്കിൽ നമുക്കൊരു 1-2 ടീസ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ വെള്ളം ആദ്യം തന്നെ കൂടുതലായിട്ട് ചേർക്കരുത്. നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം മാത്രം വെള്ളം ചേർത്ത് നോക്കിയാൽ മതി. ഷേപ്പാക്കിയിട്ട് ആക്കാൻ പറ്റുന്നില്ലെങ്കിൽ മാത്രം വെള്ളം ചേർത്താൽ മതി കേട്ടോ. ഇപ്പം ഞാനിതിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു 2 ടീസ്പൂൺ വെള്ളം തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ തന്നെ നമുക്കിത് പിടിച്ച് നോക്കിയാൽ ഷേപ്പാക്കാൻ പറ്റുന്ന ആ ഒരു പരുവത്തിലായി കിട്ടിയിട്ടുണ്ട്. ഇനി നന്നായിട്ട് കുഴച്ചിട്ട് നമുക്കിത് ഷേപ്പാക്കി എടുക്കാം. ഇനി നമുക്കിതൊന്ന് കുറേശ്ശെ എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഉരുട്ടി ഇതുപോലെ നല്ലൊരു ഷേപ്പാക്കി എടുക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ നടുവിലൊരു ഹോൾ ഉണ്ടാക്കി കൊടുക്കാം. നമ്മൾ വടയുടെ ആ ഒരു ഷേപ്പിലാണ് കേട്ടോ ആക്കിയെടുക്കുന്നത്. ഇതുപോലെ തന്നെ ഇനി ബാക്കിയുള്ള മാവും കൂടെ ഷേപ്പാക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരു സൈഡൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മൂപ്പാവുന്നതിന് മുമ്പ് തന്നെ ഇത് മറിച്ചിട്ട് കൊടുക്കരുത്. അപ്പോൾ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. നന്നായിട്ടൊന്ന് മൂത്തതിന് ശേഷം മാത്രം മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം ഇവിടെ റെഡിയായി തുടങ്ങിയിട്ടുണ്ട്. ഇനി 2 സൈഡും ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് മൊരിയിച്ചെടുക്കാം. നന്നായിട്ട് പുറം ഭാഗമൊക്കെ ഒന്ന് നല്ല ക്രിസ്പി ആയിട്ട് വരും കേട്ടോ. ആ ഒരു സമയത്ത് വേണം നമുക്ക് കോരിയെടുക്കാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ സ്നാക്ക് ഇവിടെ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പുറമെ നല്ല ക്രിസ്പി ആയിട്ടും അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ ഇത്. അപ്പോൾ 4 മണി ചായക്കൊക്കെ കട്ടൻ ചായയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ് ഈ ഒരു സ്നാക്ക്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.